This video demonstrates the Maruti Suzuki warehouse management system in India. Maruti warehouse-ന്റെ സജ്ജീകരണങ്ങളെപ്പറ്റി മാരുതി ഓപ്പറേഷൻ മാനേജർ മിസ്റ്റർ വിജയകുമാർ. ബിൻസ് എന്ന് പറയുന്നത് പിജിയോൺ ഹോൾസ് ബിൻസ് എന്നാണ് നമ്മൾ പറയുക. ഈ പിജിയോൺ ഹോൾസ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിൽ നിയർ അബൌട്ട് ഇപ്പോൾ 120ഓളം ഐറ്റംസ് നമ്മൾ സെപ്പറേഷൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് 1 ലൊക്കേഷനാണ്. ഒരു ഐറ്റം ഒരു ബിൻസിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എടുക്കാനും ഇതിൽ നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സ് നമ്മളെ കൊണ്ട് എളുപ്പം എടുക്കാൻ ഈ നമ്പേഴ്സ് സെയിം കമ്പ്യൂട്ടേഴ്സിൽ ഉണ്ടാവും. ആ കമ്പ്യൂട്ടറിൽ ആ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യും. ആ പാർട്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ നമുക്ക് അലൈവ് ആവും. അപ്പോൾ ആ ലൊക്കേഷനെ നമ്മൾ കറക്റ്റായിട്ട് പോയിട്ട് എളുപ്പം ആൾക്കാരെ എടുക്കാൻ പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ നിയർ അബൌട്ട് 60 to 65,000 ലൈൻസ് ഉണ്ട്, ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പം സ്റ്റോർ ചെയ്ത് വെക്കാനും നമ്മൾ ഈ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ദിസ് ഇസ് എ പിജിയോൺ ഹോൾസ്. അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹോൾ സൈസ് ഉണ്ട്. ഒരു റാക്കിൽ 120 ലൈൻസ് വെക്കാൻ പറ്റുന്ന റാക്സ് ഉണ്ട്. ദെൻ ഇതെന്ന് വെച്ചാൽ അതിനേക്കാളും കുറച്ച് 80 ലൈൻസ് വെക്കാൻ കൂടിയ ഹോൾസിന്റെ സൈസ് കുറച്ച് വലുപ്പം കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് എളുപ്പമായിട്ട് ഒരു 80 ലൈൻസ് അടുക്കി വെക്കാം ഒന്നിച്ച്. അപ്പൊ എടുക്കാനും എളുപ്പമുണ്ടാവും നമ്പറിങ് യൂസ് ചെയ്തിട്ട്. അതേമാതിരി അതിനേക്കാളും വലിയ സൈസ് ഉള്ളതാണ്. വലിയ സൈസ് ഉള്ളതിൽ ഇതിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടിയുള്ള ഐറ്റങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. സെയിം ഇതുകൊണ്ട് ഇത് അൺസൈസ് ആണ്. അൺസൈസ് റാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് നിറയെ സാധനങ്ങൾ, വലിപ്പം കൂടിയ സാധനങ്ങൾ അടുക്കി വെക്കാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനം. 300 സ്ക്വയർ ഫീറ്റിന്റെ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോറേജ് സംബന്ധിച്ചോളം നമുക്ക് വലിയ റാക്സും ഉണ്ട്, നീളം കൂടിയ റാക്സും ഉണ്ട്. നീളം കൂടിയ പാർട്ടിന് വെക്കാൻ നീളം കൂടിയ റാക്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റാക്സിൽ മിക്കവാറും 2 അടിക്ക് ലെങ്ത് ഉള്ള പാർട്സ്, 2 അടിക്ക് ഒരു 3/4 അടി നീളമുള്ള പാർട്സുകൾ നമ്മളിവിടെ ഈ ഇതിൽ സ്റ്റോർ ചെയ്യാൻ. അതേമാതിരി ഇത് ലെങ്തി റാക്സ് ആണ്. അവിടെ നമ്മൾ പിജിയോൺ ഹോൾസ് കണ്ടമാതിരി തന്നെ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 അടി വിഡ്ത്തിലുള്ള നിയർ അബൌട്ട് 5 ഫീറ്റ്സ് ഉള്ള റാക്കാണ്. 5 അടി നീളമുള്ള സാധനങ്ങൾ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനും എന്റെ കൈന്റെ നീളത്തിനെക്കാട്ടിലും ഇത് ഉള്ളില് ഗ്യാപ്പ് ഉള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഈ വലിയ ഐറ്റംസ് നമുക്ക്, ഇത്രയും വലിയ ഐറ്റം ഇവിടെ നമുക്ക് എളുപ്പം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. വൃത്തികേടില്ലാത്ത രീതിയിലും നമുക്ക് സ്റ്റോറേജിന്റെ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാനും ഇങ്ങനത്തെ മെത്തേഡ്സ് മാരുതി അഡോപ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോഡി പാർട്ട് റാക്ക് എന്ന് പറയും. ഇപ്പോൾ ഇതില് വലിയ ബോണറ്റ്, കാറിന്റെ ഡോർസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കയറ്റി വെക്കാനുള്ള സംഭവമാണ്. ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മൾ മേലെ അടുക്കി ഇട്ടിട്ട് സാധനങ്ങളെ മേലെ അടുക്കി വെച്ച് അതിന്റെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടരുത് എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്കിംഗ് സിസ്റ്റം മാരുതി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ രീതിയിലാണ് നമ്മൾ ഇവിടെ ഈ റാക്സ് പണിതിട്ടുള്ളത്. അപ്പൊ ഇതിൽ വലിയ ബോണറ്റ്, ഡോറ്, ഡിക്കി ഇങ്ങനത്തെ ഉള്ള സ്പെയർ പാർട്സ് വെക്കാൻ വേണ്ടിയിട്ടാണ്, പാക്ഡ് സ്പെയർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ലെങ്ത് ഉള്ള ഒരു റാക്ക് നമ്മൾ പണിതിരിക്കുന്നത്. അതേമാതിരി ഈ കാറിന്റെ മഫ്ലർ എന്ന് പറയും. ഇത് സൈലൻസർ എല്ലാം നമുക്ക് അത് താഴെ വെക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്തിരിക്കുന്ന സംഭവമാണ് ഇത്. ഇവിടെ നമ്മൾ ഹാങ് ചെയ്തിടാൻ പറ്റും. ഈ മഫ്ലേഴ്സിനെ ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പൊ അത് ഡാമേജസ് ഒഴിവാക്കാൻ പറ്റും നമ്മളെ കൊണ്ട്. അതായത് ഇവിടെ വെച്ചിരിക്കുന്നത് ബമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. ഈ റാക്ക് എന്ന് പറയുന്നത് കാറിന്റെ ബമ്പേഴ്സ്, ബാക്കിലും ഫ്രണ്ടിലും വരുന്ന ബമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ആ ബമ്പേഴ്സ് ലെങ്ത് കൂടിയതാണ്. അതിന്റെ ഒരു ഷേപ്പ് നഷ്ടപ്പെടാതെയും അതിന്റെ സ്ക്രാച്ചസ് വീഴാതിരിക്കാനും സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഈ ഐറ്റംസ് വെച്ചിരിക്കും. ഇന്ന് നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ തന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓപ്പറേഷൻ മാനേജറായ മിസ്റ്റർ വിജയകുമാറാണ്. അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം. താങ്ക് യു വെരി മച്ച്.